സർവകാര്യേഷു സർവദാ. സംഗീതവും സല്ലാപവും സന്തോഷവും ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. വിവിധ റിയാലിറ്റി ഷോകളിലൂടെ നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതരായ 24 ഗായകർ 2 പേർ വീതമുള്ള 12 ടീമുകളായാണ് മണിമേളത്തിൽ മത്സരിക്കാൻ എത്തുന്നത്. പ്രേക്ഷകരായ നിങ്ങൾക്ക് തന്നെ വളരെ എളുപ്പത്തിൽ വിധി നിർണ്ണയിക്കാവുന്ന ലളിതമായ റൗണ്ടുകളാണ് ഞങ്ങൾ ഈ ഷോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവരും ഞാനും പിന്നെ ഈ ഷോയിലൂടെ നിങ്ങളെ എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യിക്കാനായിട്ട് മറ്റൊരു വിശിഷ്ട വ്യക്തി കൂടി എത്തുന്നുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ ഷോയുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നിൽക്കുന്നിടം മേളമാക്കാൻ കഴിവുള്ള ഒരു ജനകീയ കലാകാരൻ. മിമിക്രിയിലും നാടൻ പാട്ടിലും തുടങ്ങി മലയാള സിനിമയിലും പിന്നെ മറുഭാഷാ സിനിമകളിലും സ്വന്തമായ വ്യക്തിമുദ്ര പതിപ്പിച്ച ചാലക്കുടിയുടെ മലയാളികളുടെ സ്വന്തം കലാഭവൻ മണി. നമുക്ക് മണിച്ചേട്ടനെ ഒരുപാട് സ്നേഹത്തോടെ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇവിടെ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വീട്ടിലെ ഒരു കുടുംബത്തിലെ പരിപാടിയാണ്. വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും എല്ലാവർക്കും ആദ്യമായിട്ട് വിജയ ആശംസകൾ നേരുകയാണ്. അത് പ്രത്യേകിച്ച് കൈരളി ചാനലിന് ഒരുപാട് നന്ദിയോടുകൂടി ഞാൻ പറയുകയാണ്. എന്തായാലും നിങ്ങളെല്ലാവരും നന്നായി പാട്ടുപാടുന്ന കുഞ്ഞുങ്ങളാണ്, നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതൊരു മണിമേളമാണ്. ഒരിക്കൽ കൂടി ആ മണി ഒന്നും കൂടി മുഴകിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ മണിമേള നമുക്ക് ആരംഭിക്കാം. എല്ലാവരും, എല്ലാ കുഞ്ഞുങ്ങളും നന്നായി മത്സരിക്കുക, പങ്കെടുക്കുക. നമ്മൾ തോറ്റു വിജയിച്ചോ എന്ന് നോക്കേണ്ട കാര്യമില്ല. ഇതൊരു എന്താ പറയുക, നാടൻ പാട്ടായിരിക്കും, അന്താക്ഷരി പോലത്തെ പരിപാടിയായിരിക്കും. അതിൽ നമ്മളെല്ലാവരും നല്ല ആത്മാർത്ഥമായിട്ട് മത്സരിച്ച് പ്രൈസ് കിട്ടുന്ന ആൾ ആ പ്രൈസ് എനിക്ക് തന്നെ തിരിച്ചു തരണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇവരാരും കൊണ്ടുവരുതെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്തായാലും ഇതൊരു മണിമേളം തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടിയായിരിക്കും. അതും കൈരളി ചാനൽ ഒരുക്കുന്ന ഈ പ്രോഗ്രാം ഒരിക്കലും മോശമാവില്ല. ഒരു മണിമേളം തന്നെ ആവട്ടെ. ഒരു വെടിക്കെട്ടോടു കൂടി തന്നെ നമുക്ക് ആരംഭിക്കാം. ഈ പരിപാടി തീർച്ചയായിട്ടും ഇതുപോലെ തന്നെയായിരിക്കും, ഒരു വെടിക്കെട്ട് തന്നെയായിരിക്കും ഈ മണിമേളം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വസിക്കാം. പരലി പരലി പരല് പൂവാലി പരല് പരല്, ഇന്നലെ നേരത്ത് പരല് വെള്ളത്തിലോടണല്ലോ. ആ പരലി പരല് പരല് പൂവാലി പരല് പരല്, ഇന്നലെ നേരത്ത് പരല് വെള്ളത്തിലോടണല്ലോ. പരലി പരലി പരല് പൂവാലി പരല് പരല്, ഇന്നലെ നേരത്ത് പരല് വെള്ളത്തിലോടണല്ല.
പുത്തനടിയും വെട്ടിയും മഴയുടെ ശക്തിയുടം വരുത്തേ എന്നമ്മോ കെട്ടുകൾ പൊട്ടി തകർന്നു വയലിന്റെ തട്ടുകൊള്ളപ്പമായി. ഈ പാട്ട് നന്നായി പാടാൻ അറിയാവുന്ന ആരെങ്കിലും ഒന്ന് പാടണം. നിങ്ങളെല്ലാം പാട്ടറിയുന്ന ആൾക്കാരല്ലേ? അറിയോ? പുത്തനടിയും വെട്ടി മഴയുടെ ശക്തിയും വരുത്തേ എന്നമ്മോ കെട്ടുകൾ പൊട്ടി തകർന്നു വയലിന്റെ തട്ടുകൾ ഒപ്പമായി. അപ്പരലി പരല് പരല് പൂവാലി പരല് പരല് ഇന്നലി നേരത്ത് പരല് വെള്ളത്തിലോടണല്ല. അപ്പരലി പരല് പരല് പൂവാലി പരല് പരല് ഇന്നലി നേരത്ത് പരല് വെള്ളത്തിലോടണല്ല. വീട് തോറും പറക്കണ് ആനന്ദ ചമ്പരന്ത് പറക്കണ് വട്ടം കറങ്ങി വന്ന് വയലിലെ പുള്ളിപ്പരല് കൊട്ട. ആകാശ വീതി തോറും കറങ്ങണ് ആനന്ദ ചമ്പരന്ന് പറക്കണ് വട്ടം കറങ്ങി വന്ന് വയലിലെ പുള്ളിപ്പരല് കൊട്ട. പരലി പരല് പരല് പൂവാലി പരല് പരല് ഇന്നലെ നേരത്ത് പരല് വെള്ളത്തിലോടണല്ല. പരല് തുള്ളിക്കളിച്ചൊരങ്ങി നിരന്ന് വീശും പലകിലെല്ലാം നിരന്ന് പൂവള്ളി പൂപ്പരല് വെള്ളിപ്പരപ്പ് കണ്ട് നിരന്ന് പുള്ളിപ്പരല് കണ്ട. വെള്ളപ്പരപ്പ് കണ്ട് വയലിലെ തുള്ളിപ്പരല് കണ്ട. ഇതിലാരെയും പാടോ 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 പാടില്ല. അന്ന് ഇതേ താളത്തിലുള്ള ഏതെങ്കിലും പാട്ട് പാടാവോ? പാടണം പാടണം എനിക്കിന്നു പാടി കുടിക്കണം. കേൾക്കണം കേൾക്കണം എൻ്റെ കഥ നീയൊന്നു കേട്ടിടണം. ആടണം പാടണം എനിക്കിന്നു പാടി കുടിക്കണം. കേൾക്കണം കേൾക്കണം എൻ്റെ കഥ നീയൊന്നു കേട്ടിടണം. ബാബു പാടില്ല ഈ പാട്ട്. ചാലക്കുടി ചന്തയ്ക്ക് പോയപ്പോ ചന്ദന ചപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ. ചാലക്കുടി ചന്തയ്ക്ക് പോയപ്പോ ചന്ദന ചപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ. ചെമ്പല്ലി കരി ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടയില് നെയ്യുള്ള വിളയ്ക്കുന്ന മീനാണേ. ചെമ്പല്ലി കരി ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടയില് നെയ്യുള്ള വിളയ്ക്കണ മീനാണേ. മീനും കൊണ്ടഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. കായംകുളം ചന്തയ്ക്ക് പോയപ്പോ ഈ പാവം ബാബുനെ അന്നാണ് കണ്ടത് ഞാനന്ന്. കായംകുളം ചന്തയ്ക്ക് പോയപ്പോ ഈ പാവം ബാബുനെ അന്നാണ് ശരിക്കും കണ്ടത് ഞാനെന്ന്. ചന്തയ്ക്ക് പോയപ്പോൾ ചന്ദന ചോപ്പുള്ള
മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ല് കരിമീൻ ചെമ്മീനേ, പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. പെണ്ണെ സൂക്ഷിച്ചിടണം, മമ്മി ഡാഡി നോക്കി വളർത്തുന്ന പ്രായം കഴിഞ്ഞു പെണ്ണെ. പാവാട പ്രായമ പെണ്ണെ സൂക്ഷിച്ചിടണം, മമ്മി ഡാഡി നോക്കി വളർത്തുന്ന പ്രായം കഴിഞ്ഞു പെണ്ണെ. പാവാട പ്രായമ പെണ്ണെ സൂക്ഷിച്ചിടണം, മമ്മി നോക്കി വളർത്തുന്ന പ്രായം കഴിഞ്ഞു പെണ്ണെ. മമ്മി ഡാഡി പേടിച്ച് നിൽക്കുന്ന കാലമിത പെണ്ണെ. പാവാട പ്രായമ പെണ്ണെ സൂക്ഷിച്ചിടണം, മമ്മി ഡാഡി പേടിച്ച് നിൽക്കുന്ന കാലമിത പെണ്ണെ. മമ്മി ഡാഡി പേടിച്ച് നിൽക്കുന്ന കാലമിത പെണ്ണെ. ചക്കട ചോള കണക്കിന് തുടുതുടുത്തൊരു കല്യാണി, കൊടകരയിൽ കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായം. വരിക്കച്ചക്കട ചോള കണക്കിന് തുടുതുടുത്തൊരു കല്യാണി, തുടുതുടുത്തൊരു കല്യാണി, കൊടകരയിൽ കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായം, കണ്ടടി ഞാനൊരു മിന്നായം, കണ്ടടി ഞാനൊരു മിന്നായം. അപ്പം നമ്മുടെ മണിമേളം പരിപാടി ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ മണിമേളം എന്നും എപ്പോഴും ഒരേ മുഴക്കത്തിൽ തന്നെ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്നേഹിക്കുന്ന പെണ്ണുങ്ങളായാലും കല്യാണം കഴിക്കുന്ന പെണ്ണായാലും നമ്മളെക്കാൾ കൂടുതൽ സൗന്ദര്യം വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഈ ശ്രേയച്ചേട്ടനൊക്കെ ഇല്ലേ, എത്രയോ വർഷമായിട്ട് ഞങ്ങളായിട്ട് പരിചയമുള്ള ആൾക്കാരാണ്. ഇതൊക്കെ ഇരിക്കണ കണ്ട, ചിറ്റിക്കും തബലയൊക്കെ വെച്ചിരിക്കണേ. തബലയുടെ സൗണ്ട് ശരിയാക്കാൻ വേണ്ടി ചിറ്റി കൊണ്ട് അടിക്കും. തബല അടിക്കുമ്പോൾ തന്നെ സൗണ്ട് വ്യത്യാസമാണ്. ഒരു മൃദംഗത്തിന്റെ മൂടാണെങ്കിലും വ്യത്യാസം ഉണ്ടാവും അല്ലേ അല്ലേ. എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങളെക്കാൾ മുമ്പ് കലാകാരന്മാരായിട്ടുള്ള ആൾക്കാരാണ് ഈ വേദിയിലിരിക്കുന്ന എല്ലാവരും. എൻ്റെ സ്വന്തം അനുജൻ തൊട്ടപ്പുറത്തിരിക്കുന്ന ആള് കോഴിക്കോടിനെ കാണുമ്പോൾ തന്നെ എത്രയോ വർഷങ്ങളായിട്ട് കൊച്ചിൻ കലാഭവനിലൂടെ പ്രോഗ്രാം പോകുമ്പോൾ കാണുന്ന ആൾക്കാരാണ്. പക്ഷെ ഒരിക്കലും ഒരു കലാകാരന്മാരും നിരാശരാവാൻ പാടില്ല. നിങ്ങളോട് ഉപദേശമായിട്ട് കൂട്ടിയാൽ മതി. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാട്ടിന് താളം പിടിച്ചു തരാൻ വന്നത്. പക്ഷേ ഒരു നാടൻ പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ ഒരാൾക്കും അറിയില്ല എന്ന് പറഞ്ഞത് മഹാമോശമായിപ്പോയി. ഒരാൾക്കറിയില്ല. എന്തിനാടാ മോനെ നീ മെർഡോണനെ പോലെ മുടി വെച്ച് നടക്കണത്? ഒരു പാട്ട് പാടാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ നല്ല പാട്ട് ഏതെങ്കിലും അറിയോ? നാടൻ പാട്ട് ആയതുകൊണ്ടാണോ പാടാൻ ബുദ്ധിമുട്ട്? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ രണ്ടുപേരും മുളാവോ? ആരാന്നേ ആരാന്നേ ഒത്തുപിടിക്കുന്നതാരാന്നേ, തീയാടാൻ തിറയാടാൻ മാണിക്കക്കാവിലുറഞ്ഞാടാൻ, ഓനാന്ന് ഓനാന്ന് എത്തുപിടിക്കുന്നതോനാന്ന്, നേരാന്നേ നേരാന്നേ കൂട്ടിന് വന്നതവനാന്ന്, മണ്ണാന്ന് മണ്ണാന്ന് പൊന്നു വിളയണ മണ്ണാന്ന്, പോയൊരും വന്നോരും ചോട പൊടിച്ചൊരു മണ്ണാന്ന്, അതിരെല്ലാം കെട്ടാണ് കെട്ടാണ്
കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാട്ടണ് പാട്ടണ് നിറ പറയറ നിറയട്ടെ തന്തിര തന്താരോ ആരാന്നേ ആരാന്നേ ഒത്തു പിടിക്കണതാരാന്നേ തീയടാൻ തിറയാടാൻ മാണിക്കക്കാവിലുറങ്ങാടാൻ ഓനാന്ന് ഓനാന്ന് എത്തു പിടിക്കുന്നതോനാന്ന് നേരാന്നേ നേരാന്നേ കൂട്ടിന് വന്നതവനാന്നേ. കണ്ണിമാങ്ങ പ്രായത്തിൽ അതല്ലേ ഈ പാട്ട്. നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരേ മാമ്പഴമാകട്ടേന്ന്. എന്നിട്ട് മറ്റേ പാട്ട് ആരാന്നേ ആരാന്നേ ഒത്തു പിടിക്കുന്നതാരാന്നേ തീയടാൻ തിറയാടാൻ മാണിക്കക്കാവിലുറങ്ങാടാൻ ഓനാന്ന് ഓനാന്ന് എത്തു പിടിക്കുന്നതോനാന്ന് നേരാന്നേ നേരാന്നേ കുട്ടിന് വന്നതവനാന്ന് മണ്ണാന്ന് മണ്ണാന്ന് പൊന്നു വിളയണ മണ്ണാന്ന് പോയോരും വന്നോരും ചോര പൊടിച്ചൊരു മണ്ണാന്ന് കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാട്ടണ് പാട്ടണ് നിറ പറയറ നിറയട്ടെ തന്തിര തന്താരോ കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാട്ടണ് പാട്ടണ് നിറ പറയറ നിറയട്ടെ തന്തിര തന്താരോ. ഇന്നലെ നീയിട്ട മഞ്ഞ ചുരിദാറ് ആരുടെ കാശാണടി എന്റെ പുന്നാരേ ആരുടെ കാശാണടി? സത്യം പറയും മണിച്ചേട്ടൻ്റെ എൻ്റെ ആണല്ലേ. ഇന്നലെ നീയിട്ട മഞ്ഞ ചുരിദാറ് ആരുടെ കാശാണടി എന്റെ പുന്നാരേ ആരുടെ കാശാണടി? ഇന്നലെ കോളേജിൽ പോകുമ്പം പല മുഖം കാണുമ്പം ഈ കറുത്ത മണിയെയും ഓർത്തിടണേ എൻ്റെ പുന്നാരേ. അവിടെ തൊട്ടാൽ ചിലപ്പോൾ എൻ്റെ ഭാര്യ ചൂടാവും, അതുകൊണ്ടാണ് ഞാൻ പിടിക്കാത്തത്. ഇന്നലെ നീയിട്ട മഞ്ഞ ചുരിദാറ് ആരുടെ കാശാണടി എൻ്റെ പുന്നാരേ ആരുടെ കാശാണടി? കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പുന്നാരേ മാമ്പഴമാകട്ടേന്ന്. ഓടുന്ന വണ്ടിയില് ചാടിക്കയറുമ്പോ വീഴാതെ സൂക്ഷിക്കണേ ഈ ചൈനക്കാരി വീഴാതെ സൂക്ഷിക്കണേ. ശരിക്കും പറയും ഒരു ചൈനയുടെ മുഖല്ലേ? സത്യമല്ലേ ഒരു ചൈനക്കാര്യത്തിന്റെ മുഖം? എന്നാലും കുഴപ്പമില്ല. ഇന്നലെ നീയിട്ട മഞ്ഞ ചുരിദാറ് ആരുടെ കാശാണടി എൻ്റെ പുന്നാരേ ആരുടെ കാശാണടി? കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പുന്നാരേ മാമ്പഴമാകട്ടേന്ന്. ഇനി നമുക്ക് ടീം ഫോർമേഷൻ. പ്രേക്ഷകരെ ആഘോഷ തിമിർപ്പിലാക്കാൻ കലയുടെ മേളവുമായി കലാഭവൻ മണി എത്തിക്കഴിഞ്ഞു. ഒപ്പം 24 തകർപ്പൻ പാട്ടുകാരും. ഇനി എങ്ങനെയാണ് ഇവർ ടീമുകളായിട്ട് പിരിയുക? എങ്ങനെയാണ് മണിമേളത്തിൽ കോമ്പറ്റീഷൻ ആരംഭിക്കുക? നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ എല്ലാ കണ്ടസ്റ്റൻസും ഒരുപോലെ നല്ലോണം പാടുന്നവരാണ്. അപ്പോൾ നമുക്ക് ഇവരെ എങ്ങനെയാ ഒരു ജോഡികളായിട്ടൊന്ന് തിരിക്കുക? കാരണം നമുക്ക് ഓരോ ടീംസ് വേണമല്ലോ. അങ്ങനെയാണോ? അതെ, നമുക്ക് ഓരോ ടീമാണ്. ഓരോ ടീമിൽ 2 കണ്ടസ്റ്റൻസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഇവരെ നമുക്കൊന്ന് രണ്ടായി നമുക്കൊന്ന് തിരിക്കണം. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? എന്താ ചെയ്യുക?
എന്താ ചെയ്യാ? fill in the blanks, answer the following the question എന്ന് പറഞ്ഞ പോലെയല്ലേ ദൈവമേ. പക്ഷെ എന്നാലും ഞാൻ പെട്ടെന്ന് പറയാം, ഇങ്ങനൊരു ഗ്രൂപ്പിനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും എൻ്റെ ഒരു സ്വന്തം സഹോദരൻ, ഇങ്ങനെ കുറേ ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പാർട്ടി ആയാലും അല്ലെങ്കിൽ പാട്ട് പാടുന്ന ആൾക്കാരായാലും ഗാനമേള ആയാലും എല്ലാത്തിലും ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. പക്ഷേ എൻ്റെ സ്വന്തം സഹോദരൻ, ഞാൻ അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇപ്പോൾ. ബാബുവിന് കണ്ണു കാണില്ലേ, പക്ഷെ എന്നാലും ഞാനും നാലില കണ്ണാ നിന്റെ മുരളിക കേൾക്കുമ്പോൾ. അറിയാം. ആലിലക്കണ്ണാ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും, ആയിരം കനവുണരും. ഉയിരിൻ വേദിയിൽ സ്വരകന്യകമാർ നടമാടും. ആലിലക്കണ്ണാ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും, ആയിരം കനവുണരും. അത്രമാത്രം നമ്മൾ കേട്ടാൽ മതി. കാരണം മനുഷ്യൻ്റെ ഏറ്റവും വലിയ നമ്മളെല്ലാം ഈ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഇപ്പം മണിമേളം എന്ന് പറഞ്ഞിങ്ങനെ ചുറ്റും ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷേ ബാബുവിന് അത് കാണാനുള്ള കഴിവില്ല. ഞാൻ ബാബുവിനോട് ചോദിച്ചില്ലേ ബാബു? സത്യം പറയും, എന്താ ചോദിച്ചേ? കാഴ്ച തരട്ടെ എന്ന്. കണ്ണ് വെച്ച് തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് കണ്ണ് വെച്ച് തരണ്ട, എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടതെന്ന് പറഞ്ഞേ? സൗണ്ട് സിസ്റ്റമാണ്, അതാണ് വേണ്ടതെന്ന് പറഞ്ഞത്. എനിക്കിനി കണ്ണ് വേണ്ട ചേട്ടാ, ഇത് ഈ ലോകത്ത് നടക്കുന്ന ഓരോ അക്രമങ്ങളും കാര്യങ്ങളും കാണാൻ എനിക്ക് കണ്ണ് വേണ്ട എന്ന് പറഞ്ഞ ഏക വ്യക്തി ബാബുവാണ്. എന്തായാലും ബാബുവിന് കണ്ണിന് കാഴ്ച കിട്ടട്ടെ എന്നല്ലാണ്ട് പ്രാർത്ഥിക്കാൻ വേറെ ഒന്നുമില്ല. നന്മ വരട്ടെ. എന്തായാലും നമ്മളിനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജോഡിയെ കണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവരെയും കണ്ണ് കെട്ടാൻ പോവാണ്. ആ കണ്ണ് കെട്ടിയതിന് ശേഷം ഓരോരുത്തർ പോയിട്ട് ഓരോ ആൾക്കാരെ തൊടണം. ആ തൊട്ടതിന് ശേഷം നമ്മളതൊരു ഗ്രൂപ്പായിട്ട് തിരിച്ച് അവിടെ നിന്നാണ് നമ്മുടെ മത്സരം ആരംഭിക്കുന്നത്. ആലിലക്കണ്ണാ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും, ആയിരം കനവുണരും. ആലിലക്കണ്ണാ തീർച്ചയായിട്ടും ഒരു ആലിലക്കണ്ണൻ തന്നെയാണ്, ഒരു കൃഷ്ണൻ തന്നെയാണ്. ഫ്രീസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളെല്ലാവരും അനങ്ങാതെ നിൽക്കണം. ഓക്കെ? ഐജിയെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും എൻ്റെ മോളുടെ മുഖച്ഛായ. എന്തായാലും അതൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. ഇതിപ്പോൾ എൻ്റെ TV നമ്മൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുക എൻ്റെ മോള് തന്നെ പറയും, അച്ഛാ അത് എന്നെ പോലെയാണല്ലോ ആ കൊച്ചിരിക്കണേന്ന് പറയും. അപ്പം നമ്മൾ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഗ്രൂപ്പായിട്ട് തിരിക്കാൻ പോവാണ്. അപ്പം അതിന് ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ണ് കെട്ടിയിട്ടാണ് ഇതിൽ ഗ്രൂപ്പായിട്ട് തിരിക്കുന്നത്. അപ്പം ഈ കണ്ണ് കെട്ടുന്ന ആൾക്കാർ ഓരോ ആളെ പോയി ടച്ച് ചെയ്യുമ്പോൾ കലാഭവൻ മണി എന്ന് പറഞ്ഞ ഈ മണി ആ മണി പോയി അടിക്കും. ആ മണി ഒരാൾ ടച്ച് ചെയ്യുമ്പോൾ ആ മണി അടിക്കുമ്പോഴാണ് ഈ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞു വരുന്നത്.
ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 8 പേരെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് നമുക്ക് അവരുടെ കണ്ണുകൾ ഈ തുണി കൊണ്ട് കെട്ടാം, കറുത്ത തുണി കൊണ്ട് നമുക്ക് കെട്ടാം. ആയിക്കോട്ടെ, കുഴപ്പമില്ല. എന്നിട്ട് അവർ ഒരാളെ പോയി തൊടുമ്പോൾ മണിച്ചേട്ടൻ ആ മണി അടിക്കുന്നു. മണി അടിച്ചു കഴിയുമ്പോൾ അവരപ്പോൾ ഫ്രീസ്. ഓക്കെ, അവർ അനങ്ങാതെ നിൽക്കണം. ഫ്രീസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളെല്ലാവരും അനങ്ങാതെ നിൽക്കണം. ഓക്കെ. കല്ലറ, കോട്ടയം. കല്ലറയിൽ നിന്നാണ് എനിക്ക് വന്നത്. കല്ലറ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മരിച്ചു കിടക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്നൊക്കെ എഴുന്നേറ്റാ പാടാൻ വന്നേക്കണം. എനിക്കറിയില്ല എന്തൊക്കെയാവും എന്നുള്ളത്. മോൻ്റെ നാടോ? ആലപ്പുഴ കലൂർ എന്ന് പറയും. അടുത്തത് നമുക്ക് ശ്രീരാജ് കെ സഹജൻ. മോൻ്റെ വീട് എവിടെയാ? വൈറ്റില. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓരോരുത്തരടുത്ത് ചോദിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു കല്ലറയാന്ന്, പുള്ളിക്കാരൻ്റെ വീട് ചോദിച്ചപ്പോൾ പറഞ്ഞു വൈറ്റിലാണെന്ന്. വൈറ്റിലല്ലേ? വൈറ്റിലയിലാണ്. അതെ, വൈറ്റില അല്ലേല്. അടുത്ത നമുക്ക് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി എന്ന് പറയുമ്പോൾ എൻ്റെ മോളുടെ പേരാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്തായാലും നന്നായി പാടട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. ഓക്കെ. നീതു ജോഷി. ഞാൻ പറഞ്ഞു റീമ കല്ലിങ്ങിൻ്റെ പോലെ ഇരിക്കുന്നുണ്ട് മുഖം. എൻ്റെ ദൈവമേ, ഇനി ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? ഇത് പറയുമ്പോൾ എനിക്ക് പേടി, ഇനി അടുത്തത് ഇനി അതിന്റെ ഓപ്പോസിറ്റ് ആണോ പറയാൻ പോകുന്നതെന്ന്. ഒന്നും പറയില്ല, അങ്ങനെ ഒന്നും പറയില്ല കേട്ടോ. രാധിക. രാധികേ, ഇതെന്തോ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയിട്ട് കോഴിനറുത്ത പോലെ വന്നേക്കണേ. ഒന്നുമില്ല മണിച്ചേട്ടാ, മൊത്തം സുന്ദരിയായിട്ടില്ലേ? സത്യം പറ. സത്യമായിട്ട് സുന്ദരി. കറക്റ്റാ. താങ്ക് യു. ചുവപ്പ പൊട്ടും ചുവപ്പുടുപ്പും ഇട്ട് വരുന്ന കാണുമ്പോൾ ശരിക്കൊരു കൊടുങ്ങല്ലൊരു ദേവി വരുന്ന പോലെയുണ്ട്. ആ ദേവിയുടെ എല്ലാ വരദാശം, അതായത് അത്രയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രവിൻ്റെ വീട് എവിടെയാ? പെരുമ്പാവൂർക്കാരാന്നേ, അങ്ങനല്ലേ പറയാ? പെരുമ്പാവൂർ ഭാഷ അങ്ങനല്ലേ പറയാന്നേ? അതേന്നേ. പെരുമ്പാവൂർ എവിടെയാന്നേ? പെരുമ്പാവൂർ തന്നെ. പെരുമ്പാവൂർ തന്നെ. അതെ. അവിടെ ഒരു മമ്മി സെഞ്ചുറി എന്ന് പറഞ്ഞ ആളുണ്ട്, ഒരു പ്രൊഡ്യൂസർ. അറിയോ? അറിയാം. തീർച്ചയായിട്ടും. എന്തായാലും നന്നായി മത്സരിച്ച് അടുത്ത പടത്തിലേക്ക് ഒരു പാട്ട് പാടാനുള്ള എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. 7 പേരായി മണിച്ചേട്ടാ, അപ്പൊ നമുക്ക് ഒരാളെയും കൂടി വിളിക്കാം. തീർച്ചയായിട്ടും. ഓക്കെ, ലക്ഷ്മി. അങ്ങനെ ചന്തുവിൻ്റെ ഭാര്യ ഇവിടെ എത്തിയിരിക്കുകയാണ്. എന്തായാലും തീർച്ചയായിട്ടും. എവിടെ നാട്? എടപ്പള്ളി. എവിടെ? ഇവിടെ എറണാകുളത്ത് എടപ്പള്ളി. എടപ്പള്ളിയിലാണ്. കല്യാണം കഴിച്ചാണോ? അല്ല. അല്ല, കഴിച്ചില്ല എന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമല്ല. ഇത് കേട്ടഴിഞ്ഞ് കുടുംബത്തിൽ നിന്ന് തന്നെ പുറത്താക്കും. പക്ഷെ എന്നാലും എടപ്പള്ളി, ഞാനവിടെ ബെൻ ജോൺസ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിങ്ങിനൊക്കെ വന്നിട്ടുണ്ട് ഞാൻ. എന്താ ക്ഷേത്രത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ? പോണേക്കര. പോണേക്കര അല്ലേ? എന്തായാലും ആ കാതി കിടക്കുന്ന കമ്മല് പോലെ തന്നെ അത്രയും നല്ല പാട്ടുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മളെന്തായാലും അടുത്ത ഈ പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്പരം കണ്ണ് കെട്ടി 2 ഗ്രൂപ്പായി മാറിയിരുന്നു കൊണ്ടാണ് ഇതിൻ്റെ മത്സരം തുടങ്ങാൻ പോകുന്നത്. ഒരു ജോഡിയെ കിട്ടി. ഓക്കെ, ഇനി അടുത്ത ജോഡിയെ തിരഞ്ഞെടുക്കാം. ഇനി നമ്മൾ അടുത്ത ടീമിനെ കണ്ടുപിടിക്കാൻ പോകുന്നു. നമുക്ക് 2 ടീം അറ്റ് എ ടൈം. നമുക്കങ്ങനെ ഒരു ഗ്രൂപ്പിനെ നമുക്ക് കിട്ടി. അതെ. ഇനി അടുത്ത ടീമിനെ നമ്മൾ സെലക്ട് ചെയ്യും. ഓക്കെ. എവിടെ വീട് ശരിക്കും? മൈക്കൊന്ന് കൊടുത്തേക്ക്. എറണാകുളത്ത് തന്നെ. എറണാകുളം എവിടെ? കാക്കനാട്.
പഠിക്കുകയാണോ? ആ 10th. എന്തിനാ പഠിക്കണേ? 10th. അല്ല, എന്തിനു വേണ്ടിയിട്ടാ പഠിക്കണേന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പഠിക്കണില്ല, നിർത്തിയെന്നുള്ളേ. ഇല്ല. ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട് മോൾക്ക്? അമ്മ, അച്ഛൻ, ചേച്ചി. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ. വർക്ക് ചെയ്യാണല്ലോ. അമ്മ ഹൗസ് വൈഫ്, വീട്ടിൽ ജോലിയൊന്നുമില്ല? അല്ല, അമ്മ മ്യൂസിക് ടീച്ചറാണ്. ടീച്ചറാണോ? അപ്പം തീർച്ചയായിട്ടും നല്ലൊരു മത്സരം നമുക്ക് കാണാൻ പറ്റും എന്നുള്ള ഉറപ്പായി. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നൈജിയെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും എൻ്റെ മോളുടെ മുഖച്ഛായ. എന്തായാലും അതൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. ഇതിപ്പോൾ എൻ്റെ TV നമ്മൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുക എൻ്റെ മോള് തന്നെ പറയും, അച്ഛാ അത് എന്നെ പോലെയാണല്ലോ ആ കൊച്ചിരിക്കണേന്ന് പറയും. മുടി വെട്ടാൻ കാശ് കിട്ടാത്തതുകൊണ്ടാണോ? അല്ല, കാശ് അത്രയും ചിലവാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണല്ലേ? ശരിയാണത്. പക്ഷേ ഈ മുടി ഒക്കെ എനിക്കുണ്ടെങ്കിൽ ഞാൻ എന്നെ രക്ഷപ്പെട്ടാനെന്നറിയാമോ? എവിടെ വീട്? കോഴിക്കോട്. ഓ, സ്നേഹത്തിൻ്റെ നാടാണ് കോഴിക്കോട്. എന്തായാലും അവിടെ നിന്നൊരു കലാകാരൻ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നതിൽ ആത്മാർത്ഥമായിട്ടുള്ള സന്തോഷമുണ്ട്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മണിച്ചേട്ടാ. റിൻഷ സുധാകർ. എവിടെയാണ് മോളുടെ നാട്? കോഴിക്കോടാ ചേട്ടാ. കോഴിക്കോടാണ്. അതെ. എന്തായാലും നല്ലൊരു മത്സരമാവട്ടെ ഈ വേദിയിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം എന്താ പറയുക, ഒരു മണിമേളം തന്നെ ആവട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും കോഴിക്കോട്ടുകാർക്ക് പാടാൻ ഒത്തിരി കഴിവുള്ള ആൾക്കാരാണ്. അതിന് ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യാണ്. ഓൾ ദ ബെസ്റ്റ്. എവിടെ വീട്? വീട് എടപ്പാൾ. എടപ്പാൾ, മലപ്പുറം ജില്ലയിൽ. ഒക്കെ മലപ്പുറം ഏരിയയാണ് എല്ലാ ആൾക്കാരും വന്നിരിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ കൈരളി ചാനലിലാണ് ആദ്യമായിട്ട് പട്ടുറുമാൽ എന്ന് പറഞ്ഞ പരിപാടി നടത്തിയത്. ഈ ചാനലാണ്, വേറെ ഒരൊറ്റ ആൾ നടത്തിയിട്ടില്ല എന്നുള്ളത്. അതിനുശേഷം പിന്നെ കുറേ ചാനലിൽ ഒരുപാട് പ്രോഗ്രാമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും അവിടുത്തെ ആളുകൾക്ക് തന്നെയാണ് ആ പാട്ടുകൾ പാടാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു പ്രത്യേക ഒരു ആരോഗ്യമുള്ള ഒരു കൈയടി തന്നെ ഇവർക്ക് കൊടുക്കണം. തീർച്ചയായിട്ടും സന്തോഷമാണ്. ഓൾ ദ ബെസ്റ്റ്. വിപിനും ഒരു കണ്ണൂക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കോഴിക്കോട് പയ്യോളി. അത് തന്നെ അല്ലേ, ഒരു ഉഷ ചേച്ചിയുടെ നാട് അല്ലേ? ഭയങ്കര ഡോമിനേഷൻ ആണ്. അതെ, സത്യം. അവിടുത്തെ ആൾക്കാർക്ക് ഒരു എന്താ പറയുക, എല്ലാ കാര്യങ്ങൾക്കും ഒരു ശൗര്യമുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പാട്ടുകളാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എവിടെ വീട്? തിരുവനന്തപുരത്ത് സാർ. ട്രിവാൻഡ്രാണ്. ഓക്കെ. പഠിക്കണോ? 9th. വെരി ഗുഡ്. എന്തായാലും ആ 9ാം ക്ലാസ് 10ാം ക്ലാസ് ആവണ വരെ നന്നായിട്ട്, 10ാം ക്ലാസ് ആവുന്ന പോലെ നന്നായിട്ട് പാടുക എന്ന് ഞാൻ പറയുള്ളൂ. ഒരു മാർക്ക് കൂടുതൽ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓൾ ദ ബെസ്റ്റ്. എനിക്ക് മണിയടിക്കാനുള്ള സമയമായി. സ്കൂളിലാണ് പണ്ട് ഞാൻ മണിയടിച്ചിട്ടുള്ളത്. പക്ഷേ അതിന് ശേഷം ഈ കൈരളി ചാനലിൽ വന്നിട്ടാണ് ഇപ്പോൾ മണിയടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആ പാട്ട് പാടി കുട്ടിയല്ലേ അല്ലേ? ആ പാട്ട് രണ്ടുപേരും ഒന്ന് പാടാവോ? ഇതിങ്ങനെ തന്നെ നിന്നോട്ടോ, നാളെ കാലത്ത് വരെ അനങ്ങണ്ട.
അമ്മായിടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്താകെ കുഴപ്പത്തില ഓള് കാലത്തെ നിൽക്കൂല മുറ്റമടിക്കൂല പല്ലും കൂടി തേക്കൂല നേ അമ്മായിടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്താകെ കുഴപ്പത്തിലായി അവൾ കാലത്തെ എണ്ണിക്കൂല മുറ്റമടിക്കൂല പല്ലും കൂടി തേക്കൂല നേ അമ്മായിടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്താകെ കുഴപ്പത്തിലായി അവൾ കാലത്തെ എണ്ണിക്കൂല മുറ്റമടിക്കൂല പല്ലും കൂടി തേക്കൂല നേ ഈ മായിടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്താകെ കുഴപ്പത്തിലായി കാലത്തെ എണീക്കൂല മുറ്റമടിക്കൂല പല്ലും കൂടി തേക്കൂല അമ്മായിടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്താകെ കുഴപ്പത്തിലായി അവൾ കാലത്തെ എണീക്കൂല മുറ്റമടിക്കൂല പല്ലും കൂടി തേക്കൂല അമ്മായിടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്താകെ കുഴപ്പത്തിലായി അവൾ കാലത്തെ എണീക്കൂല മുറ്റമടിക്കൂല പല്ലും കൂടി തേക്കൂല അമ്മായിടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്താകെ കുഴപ്പത്തിലായി അവൾ കാലത്തെ എണീക്കൂല മുറ്റമടിക്കൂല അമ്മായിടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്താകെ കുഴപ്പത്തിലായി ഇത് കാലത്തെ എണീക്കൂന്നേ മുറ്റമടിക്കൂന്നേ പല്ലും കൂടി തേച്ചുടുന്നേ അമ്മായിടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്താകെ കുഴപ്പത്തിലായി അവൾ കാലത്തെ എണീക്കൂല മുറ്റമടിക്കൂല പല്ലും കൂടി തേക്കൂല ഓക്കെ മണിച്ചേട്ടാ, അപ്പം നമുക്കിനി ബാക്കി ഈ 8 പേരാണുള്ളത് നമുക്ക് ടീമായിട്ട് തിരിക്കാനായിട്ട്. ഇനിയും കണ്ണ് കെട്ടിയിട്ട് ആരൊക്കെ പിടിക്കാൻ പോകണമെന്ന് നമുക്ക് ശ്രദ്ധിക്കാം അല്ലേ? അതെ, ശ്രദ്ധിക്കാം. അപ്പോൾ ഹരി, അൻവിൻ, ബാബു, ആതിര, വിപിൻ, പ്രമോദ്, ജീനു ആൻഡ് മേരി. നമുക്ക് ഇവരെ വെച്ച് തുടങ്ങാം. എല്ലാവരും കണ്ണ് കെട്ടിക്കോ, പക്ഷേ ബാബുവിൻ്റെ കണ്ണ് മാത്രം കെട്ടരുത്. കാരണം ദൈവം ആദ്യമേ തന്നെ ബാബുവിൻ്റെ കണ്ണ് കെട്ടിയതാണ്. ഇനി നമ്മളായിട്ട് അത് ഒരിക്കലും കെട്ടാൻ പാടില്ല. ഇവരുടെ ജോഡികൾ ഇവർ തന്നെ തിരഞ്ഞെടുക്കട്ടെ അല്ലേ? അതെ, ഓക്കെ. നമുക്ക് മത്സരം ആരംഭിക്കാം. അപ്പോൾ നമുക്ക് ടീമുകളായി. ഈ 12 ടീമുകളും പല പല ഗെയിമുകളിലൂടെയും സംഗീതത്തിൻ്റെ രസകരവും വ്യത്യസ്തവുമായ 12 റൗണ്ടുകളിലായിട്ട് മത്സരിക്കുകയാണ്. ആദ്യ സ്റ്റേജിൽ മിനിമം 200 പോയിന്റുകൾ നേടുന്ന ടീമുകൾക്ക് മാത്രമേ മത്സരത്തിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് പ്രവേശനം ലഭിക്കുകയുള്ളൂ. അങ്ങനെ മത്സരത്തിൻ്റെ 2ാം ഘട്ടത്തിൽ മിനിമം 400 പോയിന്റുകൾ നേടുന്ന ടീമുകൾക്ക് മാത്രമേ മത്സരത്തിൻ്റെ 3ാം ഘട്ടത്തിലേക്ക് പ്രവേശനം കിട്ടുകയുള്ളൂ. ഇനി
ഈ തേർഡ് സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ ഇവരുടെ ഓരോ ടീമുകളുടെയും ക്യാഷ് പ്രൈസ് അക്കൗണ്ട്സ് ഓപ്പൺ ആവുകയാണ്. ഇങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ആയതിനു ശേഷം അവർ നേടുന്ന ഓരോ 10 പോയിന്റിനും കൃത്യമായ നിരക്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് സമ്മാനത്തുക വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ സംഗീതത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് ലക്ഷങ്ങൾ നേടാനുള്ള അവസരം കൂടി ഈ ടീമുകൾക്ക് ലഭ്യമാണ്.